പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയും മുൻ ADM-ന്റെ ദുരൂഹ മരണക്കേസിലെ പ്രതിയുമായ PP ദിവ്യക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചതിനുമാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും യോഗേഷ് ഗുപ്തയെ സർക്കാർ തെറിപ്പിച്ചത്. ദിവ്യയുടേതെന്ന് പറയുന്ന ബിനാമി കമ്പനി ജില്ലാ പഞ്ചായത്തിൻ്റെ പല കരാർ പണികളും ഏറ്റെടുത്ത് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത്. വിശദമായ അന്വേഷണം നടന്നാൽ CPM-ലെ പല ഉന്നതർക്കുമുള്ള പങ്ക് പുറത്തു വരുമെന്നതുകൊണ്ടാണ് യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപ്രിയനായതും അത് സ്ഥാനചലനത്തിലേക്ക് നയിച്ചതും. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായതിനു ശേഷം സർക്കാർ സംവിധാനത്തിലെ അഴിമതി ഇല്ലായ്മ ചെയ്യാൻ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ സർക്കാർ ഓഫീസുകളിൽ അടിക്കടി മിന്നൽ പരിശോധന നടത്തുകയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുകയും ചെയ്തിരുന്നു. അഴിമതിക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ശേഷം അവരുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കുന്നത് പതിവാക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഉദ്യോഗസ്ഥരുടെ പിന്നാലെ പോയതിന് സമാന്തരമായി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയുടെ അവിശുദ്ധ ബന്ധം വെളിവാക്കുവാനുള്ള ഇടപെടലുമുണ്ടായി. അങ്ങനെയാണ് PP ദിവ്യയുടേതെന്ന് പറയുന്ന ബിനാമി കമ്പനിയിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ വസ്തുതകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. അതിനൊരുങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് യോഗേഷിൻ്റെ തലയെടുത്തത്. ദിവ്യയെ തൊട്ടാൽ കണ്ണൂരിലെ CPM-ന്റെ അവിഹിത ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തുവരുമെന്ന ഭയം ഗുപ്തയുടെ സ്ഥാനചലനത്തിലേക്ക് നയിക്കുകയായിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ADM നവീൻ ബാബുവിനും കണ്ണൂർ CPM-ന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അടക്കമുള്ള ഇടപാടുകളെപ്പറ്റി അറിയാമായിരുന്നു. ദിവ്യ നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ മൂലകാരണവും ഇതായിരുന്നു. വിജിലൻസ് അറസ്റ്റ് ചെയ്ത ശേഷം സസ്പെൻഷനിലായ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വനം മന്ത്രി ഇടപെട്ട് തിരിച്ചെടുത്തതിലെ അതൃപ്തി വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചിരുന്നു. സർവീസിൽ നിന്നും പിരിച്ചുവിടേണ്ട ഒരു ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ ശുപാർശയിൽ തിരിച്ചെടുത്തത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിലുള്ള വനം മന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രതികാര നടപടി കൂടിയായി സ്ഥാനചലനം. കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വരവ് ചെലവ് കണക്കുകളിലെ വ്യാപക ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സർക്കാർ അനുമതി തേടിയതും CPM കോക്കസിൻ്റെ അതൃപ്തിക്ക് ഇടയാക്കി. വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കെ യോഗേഷ് ഗുപ്ത തിരികൊളുത്തിയത് ശമിപ്പിക്കാനാവും സർക്കാർ അദ്ദേഹത്തിന് അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ തന്നെ ചുമതല നൽകിയത്. സർക്കാർ തലത്തിലെ അഴിമതി അവസാനിപ്പിക്കാനും വിജിലൻസിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും നേതൃപരമായ പങ്ക് വഹിച്ച IPS ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനചലനം സേനയുടെ മനോവീര്യം കെടുത്തുമെന്നതിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം.